ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം കാടുമൂടി. കാട്ടാനകൾ മറഞ്ഞു നിന്നാൽ പോലും കാണാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സ്കൂൾ പരിസരം. അധ്യാപകരും വിദ്യാർത്ഥികളും ആശങ്കയിൽ. ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കാട്ടാനകൾ നിന്നാൽ പോലും കാണാൻ കഴിയാത്ത തരത്തിൽ കാടുകൾ വളർന്നു നിൽക്കുകയാണ്. കാട് വെട്ടിത്തെളിക്കാൻ ആര് മുൻകൈയെടുക്കും എന്നുള്ള ആശങ്കയിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. കാട്ടാനയുടെ അതിരൂക്ഷമായ സാന്നിധ്യമാണ് സ്കൂളിന്റെ പരിസര പ്രദേശത്തുള്ളത്. പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഈ ഭാഗത്ത് തീറ്റ തേടിയും വെള്ളം തേടിയും എത്താറുണ്ട്. സ്കൂൾ പരിസരത്തെ പൊന്തക്കാടുകളിൽ കാട്ടാനകൾ തമ്പടിക്കുന്നതും നിത്യസംഭവമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പകൽ സമയത്ത് സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ഫണ്ട് ഇല്ലാത്തതിനാൽ കാട് വെട്ടിത്തെളിക്കാൻ സാധിക്കില്ല. ആറളം ഫാം അധികൃതരോ TRDM അധികൃതരോ കനിഞ്ഞാൽ മാത്രമേ കാട് വെട്ടിത്തെളിക്കാൻ നിർവാഹമുള്ളൂ. അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. കാട്ടാനകൾക്ക് പുറമെ രാജവെമ്പാല പോലുള്ള വിഷമുള്ള ഇഴജന്തുക്കളും ഈ കാടിനുള്ളിൽ ഉണ്ടാകാം. 750-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത്. സ്കൂൾ കോമ്പൗണ്ട് തിരിച്ച് മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിലും മുൻപ് മതിലുകൾ പൊളിച്ച് കാട്ടാനകൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. വന്യമൃഗങ്ങൾ തമ്പടിക്കാൻ കഴിയുന്ന തരത്തിൽ സ്കൂൾ പരിസരത്ത് കാടുകൾ വളർന്നിട്ടും അവ വെട്ടിത്തെളിക്കാൻ ഇതുവരെ ആയിട്ടില്ല. ഹയർ സെക്കൻഡറി വിഭാഗത്തിനെടുത്ത കെട്ടിടത്തിന് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ല. ഈ കെട്ടിടത്തിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾ ഈ ഭാഗത്തേക്ക് വിശ്രമ സമയത്ത് എത്താൻ സാധ്യത ഏറെയാണ്. ഈ ഭാഗവും കാട്ടാന നിന്നാൽ പോലും കാണാത്ത തരത്തിൽ കാട് കയറി മൂടിയിരിക്കുകയാണ്. എത്രയും വേഗം കാട് വയ്ക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആവശ്യം. അപകടം വരുന്നതിന് മുൻപ് വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും ആവശ്യമുയരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ പിറകുഭാഗത്താണ്. ഈ കെട്ടിടത്തിനോട് ചേർന്ന് ഇപ്പോൾ ഇവിടെ മതിലുണ്ട്. ആ മതിലിനപ്പുറത്ത് വലിയ കാടാണ്. ഒന്ന്, കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായ പ്രദേശമാണിവിടെ. ഇവിടെ ഈ കാട് വെട്ടിത്തെളിക്കാൻ ഒരു നടപടിയും ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സ്കൂളല്ല ഇത് ചെയ്യേണ്ടത്, മറിച്ച് ഇവിടെ PTA ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫണ്ട് ലഭ്യമല്ല. ചെയ്യേണ്ടത് ആറളം ഫാമോ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ TRDM അധികൃതരോ ആണ്. എന്നാൽ അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കെ 3 മണിയായ സമയത്ത് ഈ മതിലിന് തൊട്ടപ്പുറത്ത് ഇവിടെ ഈ ഒരു ഇഞ്ചക്കാട്ടിൽ കാട്ടാന നിൽക്കുകയാണ്. ഈ കുട്ടികൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ഇതൊരു കാഴ്ചയാണ്. പക്ഷേ ഇത് തന്നെ ഈ സ്കൂളിൻ്റെ ചുറ്റുഭാഗത്തും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ കെട്ടിടം പണിയുന്ന ആ ഭാഗത്ത് വരെ കാട്ടാനകൾ തമ്പടിക്കുന്നതിന് കാട്ടാന നിന്നാൽ പോലും കാണാത്ത തരത്തിലുള്ള കാട് വളർന്നു നിൽക്കുകയാണ്. ഈ കാടൊന്ന് വെട്ടിത്തെളിക്കാൻ ആരാണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയില്ല. അധികാരികൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നതിൻ്റെ യഥാർത്ഥ ഒരു തെളിവാണ് ഇതിന് ചുറ്റുമുള്ള ഈ കാട് വെട്ടിത്തെളിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് പൊതുസമൂഹവും ഈ അധികൃതരോട് ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല, സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇവിടെ എടുക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. വലിയ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി എന്തും സംഭവിക്കാമെന്നുള്ള നിലയിൽ അതിരൂക്ഷമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കാട്ടാന ശല്യം. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ സ്കൂളിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതലായി കാട്ടാനകൾ തമ്പടിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലായി ഇവിടെ ഒരു ഹെലിപ്പാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ ഹെലിപ്പാഡിൻ്റെ തൊട്ട് ചേർന്ന് അവിടെ നീർച്ചോലയും വെള്ളവും തീറ്റയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടാന ഇപ്പോൾ അവിടെ പ്രസവിച്ച് കിടക്കുന്നു എന്നുള്ള അറിവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ ഈ കാടുകളൊക്കെ, പ്രത്യേകിച്ച് ഈ കുരുന്നുകൾ പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ ചുറ്റുമുള്ള വലിയ കാടുകൾ അത് വെട്ടിത്തെളിക്കാൻ ആവശ്യമായ നടപടി ആറളം ഫാം അധികൃതരുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ TRDM അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് പറയാനുള്ളത്. ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ബേക്ക് ഭാഗത്ത് നിന്ന്
KB ഉത്തമൻ, ഏജന്റ് നോസ്. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ സുനിത ഫർണിച്ചർ ഉളിയിൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം. ബെഡ്റൂം സെറ്റുകൾ വെറും 19,900 രൂപ മുതൽ 12,500 രൂപയ്ക്ക് നേടാം. കോർണർ സോഫ സെറ്റുകൾ 14,990 രൂപയ്ക്ക്. ഡൈനിങ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് 59,900 രൂപ മാത്രം. മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ. കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ. സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി. 38 വർഷത്തെ വിശ്വാസ്യതയും അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ, ഉളിയിൽ, ഇരിട്ടി, താവക്കര, കണ്ണൂർ.